പുതുവർഷം പൊട്ടിവിടരുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും ചിറക് മുളയ്ക്കുന്നു. രാവിലെ സൂര്യരശ്മിയുടെ ചുംബനമേൽക്കുമ്പോൾ ചെടികളെല്ലാം ആഹ്ലാദിക്കുന്നു. നല്ലൊരു തുടക്കം തരുന്ന ആഹ്ലാദമാണത്. കാർമേഘം ഒഴിഞ്ഞ് മാനത്ത് മഴവില്ല് തെളിയുമ്പോൾ ഓരോ മനസ്സിലും ഉത്സാഹം നിറയുന്നു. അതുപോലെ പ്രതീക്ഷയും ആഹ്ലാദവും ഉത്സാഹവും ഒത്തുചേരുന്ന അവസരമാണ് പുതുവർഷപ്പിറവി. എല്ലാ വർഷത്തെയും പോലെ നല്ലത് വരും എന്ന ശുഭപ്രതീക്ഷയോടെ മറ്റൊരു പുതുവർഷത്തെ നാം എതിരേൽക്കുകയാണ്. ഇന്നലെകളും ഇന്നും അത്ര നല്ലതായിരുന്നില്ല, എങ്കിലും നല്ല നാളെകൾ ഉണ്ടാകും എന്ന പ്രതീക്ഷ മനുഷ്യൻ കൈവിടാറില്ല. അങ്ങനൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടായിരിക്കും പുതുവർഷങ്ങൾ പിറക്കുമ്പോൾ എല്ലാവരും ആഹ്ലാദിക്കുന്നത്. പ്രതീക്ഷയില്ലെങ്കിൽ ജീവിതവും ഇല്ലല്ലോ. അപ്പോൾ പ്രതീക്ഷ വിടാതെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിനനുസരിച്ച് മനുഷ്യൻ്റെ മനസ്സ് വളരുന്നുണ്ട്. ബാഹ്യമായി എത്ര തന്നെ വളർന്നാലും മറ്റുള്ളവരെ അറിയാനും ഉൾക്കൊള്ളാനും കഴിയുന്ന വിധത്തിൽ മനസ്സ് വികസിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം? ഇടാകറന്ന് വരുന്ന മനസ്സിൻ്റെ സമാധാനവും സംഘർഷവും ജീവിതത്തിൻ്റെ സ്വഭാവമാണ്. എന്നാൽ ഇന്നത്തെ ലോകത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യൻ്റെ പ്രകൃതമായി മാറിയതുപോലെ തോന്നുന്നു. ഓരോന്നും കാണുമ്പോൾ 21ാം നൂറ്റാണ്ടിൻ്റെ കാൽഭാവം കഴിയാറാകുമ്പോൾ എന്താണ് നമ്മുടെ ലോകത്തിൻ്റെ അവസ്ഥ? ചിലയിടങ്ങളിൽ ആഭ്യന്തര കലഹങ്ങൾ കൊണ്ട് ജനങ്ങൾ വലയുന്നു. മറ്റു ചിലയിടങ്ങളിൽ ഭരണാധികാരം പിടിച്ചു പറ്റാനുള്ള സംഘർഷത്തിൽപ്പെട്ട് ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നു. ചില സ്ഥലങ്ങളിൽ യുദ്ധഭീഷണിയിലും യുദ്ധക്കെടുതിയിലും പെട്ട് ജനങ്ങൾ കഷ്ടപ്പെടുന്നു. ചിലയിടങ്ങളിൽ തീവ്രവാദത്തിൻ്റെ പിടിയിലാണ്. ഇവിടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും പെൺകുട്ടികളും തീരാ ദുഃഖത്തിൽ ജീവിതം കഴിച്ചു കൂട്ടുന്നു. തീവ്രവാദികൾ സ്ത്രീകളെയും പെൺകുട്ടികളെയും മനുഷ്യായുധങ്ങളായി ഉപയോഗിക്കുന്നു. ചില സ്ഥലങ്ങളിൽ ആഹാരം കിട്ടാതെ വിശന്ന് വലഞ്ഞ കുഞ്ഞുങ്ങൾ സ്വന്തം കൈ തന്നെ കടിച്ചു തിന്നുന്നു. ഇങ്ങനെ രോഗം, പട്ടിണി, നിസ്സഹായത, തോരാത്ത കണ്ണുനീർ, തീരാത്ത വേദന, ഇവയൊക്കെയാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഭീകരമായ അവസ്ഥ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി 200 കോടിയിലധികം ജനങ്ങളാണ് കഷ്ടത അനുഭവിക്കുന്നത്. ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ലോകത്തിലേക്ക് നോക്കുമ്പോൾ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുമോ എന്ന് നമുക്ക് ഭയമുണ്ട്. കാരണം ഇപ്പോഴും മനുഷ്യൻ പരസ്പരം അറിയാനും അംഗീകരിക്കാനും കഴിയാതെ തമ്മിലടിക്കുകയാണ്. ഈ അവസരത്തിൽ നമുക്ക് ഓരോരുത്തർക്കും എന്താണ് ചെയ്യാൻ കഴിയും എന്ന് നമ്മളെല്ലാം മനസ്സിരുത്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചെറുതെങ്കിലും നമ്മളാൽ കഴിയുന്നതെല്ലാം ദുഃഖിതരുടെ കണ്ണീരൊപ്പാൻ ചെയ്യണം. എപ്പോഴാണ് നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയുന്നത്? എപ്പോഴാണ് നമ്മൾ മഹത്തരമായ വിജയം നേടുന്നത്? അതിന് പ്രധാനമായും 5 കാര്യങ്ങൾ ആവശ്യമാണ്. 1 പ്രതീക്ഷ അഥവാ ശുഭാപ്തി വിശ്വാസം. 2 പ്രയത്നം. 3 പ്രതിബന്ധങ്ങൾ. 4 ക്ഷമ. 5 അർപ്പണഭാവം. ജീവിതത്തിൽ ഊർജം പകർന്ന ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമാണ്. സൂര്യോദയത്തിന് മുമ്പേ പക്ഷികൾ ആഹ്ലാദത്തോട് ചലിക്കുന്ന നമുക്ക് കേൾക്കാം. ആഹ്ലാദത്തിന് കാരണം പ്രതീക്ഷയുടെയും വിശ്വാസത്തിൻ്റെയും ശക്തിയാണ്. ഇരുൾ നിറഞ്ഞ ഒരു ഗുഹയിലൂടെ അല്ലെ ഒരു തുരങ്കത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അങ്ങ് ദൂരെ വെളിച്ചം കാണുമ്പോൾ സന്തോഷം കൊണ്ട് നമ്മൾ മത മറക്കുന്നു. കാലുകളിൽ പുതിയൊരു ഊർജ്ജം നിറയുന്നു. താൻ രക്ഷപ്പെടാൻ പോകുന്നു എന്ന പ്രതീക്ഷയാണ് ആ സന്തോഷത്തിന് കാരണം. നമ്മൾ രാത്രിയിൽ ഇരുൾ നടന്നു പോവാണ്, അടുത്തെങ്ങും വീടുകളില്ല. ഇത് നിമിഷം എന്ത് മൃഗങ്ങളും വന്ന് തന്നെ കഴിക്കാം, ശല്യം ചെയ്യാം, കൊല്ലാം. പുലി വരുമോ, ആന വരുമോ? അപ്പോൾ അങ്ങനെ പേടിച്ച് നടന്ന് പോകുമ്പം ദൂരെയായിട്ടൊരു വെളിച്ചം കാണുമ്പോൾ, ഒരു കുടിൽ കാണുമ്പോൾ അവിടെ നമ്മൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന പോലുള്ളൊരു സന്തോഷം, ആഹ്ലാദം. രക്ഷപ്പെടാൻ പോകുന്നു എന്ന പ്രതീക്ഷയാണ് ആ സന്തോഷത്തിന് കാരണം. എന്നാൽ ഏത് രംഗത്തും വിജയത്തിന് ഒന്നാമതായി വേണ്ടത് പ്രതീക്ഷയാണ്. ഒരു പ്രയത്നത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ അതിൽ സംഭവിക്കാൻ പോകുന്ന ജയപരാജയങ്ങളെക്കുറിച്ച് നമ്മുടെ ബോധ മനസ്സിൽ പല സങ്കല്പങ്ങളും ഉണ്ടാകും.
ആ സങ്കല്പങ്ങൾ വിജയപ്രാപ്തിയിൽ ഒരു വലിയ ഘടകമാണ്. ഉപബോധ മനസ്സിൽ ശുഭപ്രതീക്ഷ ഉണ്ടെങ്കിൽ വിജയസാധ്യത വളരെ കൂടുന്നു. ഉപബോധ മനസ്സിൽ ശുഭപ്രതീക്ഷ വളർത്താൻ എന്താണ് മാർഗം? ബോധ മനസ്സിൽ ബോധപൂർവം ശുഭപ്രതീക്ഷ വളർത്തുക എന്നത് തന്നെ. ക്രമേണ ഉപബോധ മനസ്സിലും നല്ല സങ്കല്പങ്ങൾ നിറയും, വിജയസാധ്യതയും പതിമടങ്ങ് വർദ്ധിക്കും. അതിനാൽ ബോധമനസ്സിൽ നമ്മളെപ്പോഴും നല്ല ചിന്തകൾ വളർത്താൻ ശ്രമിക്കണം. കാലിഫോർണിയയിൽ തീപിടുത്തമുണ്ടായി. ആയിരക്കണക്കിന് ഏക്കറിലാണ് തീപിടിച്ചത്. അങ്ങനെ തീപിടിച്ച് കത്തി നശിച്ചു. എന്നാൽ ചൂടുള്ള ചാരത്തിൻ്റെ നടുവിൽ നിന്നും ചില ചെടികൾ പുഷ്പിച്ചു. ചൂടും പുകയും ഉണ്ടെങ്കിൽ മാത്രം വിത്തുകൾ മുളയ്ക്കുന്ന ഒരു പ്രത്യേക തരം ചെടിയായിരുന്നു അത്. പ്രതിബന്ധങ്ങൾക്ക് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തികളെ ഉണർത്താനുള്ള കഴിവുണ്ട്. കൂടുതൽ കരുത്തരാരെന്ന് കാട്ടിത്തരുന്നത് പ്രതിബന്ധങ്ങളാണ്. കാരണം ദുർബലർ പ്രതിബന്ധത്തിൻ്റെ മുമ്പിൽ തകർന്നു പോവുകയും ധീരന്മാർ അവയെ വിജയത്തിൻ്റെ പടികളാക്കുകയും ചെയ്യുന്നു. ബിസിനസ്സിൻ്റെ രംഗത്ത് വലിയ വിജയം നേടിയ ഒരു പണക്കാരനോട് പത്രക്കാരൻ ചോദിക്കുകയാണ്, താങ്കളെപ്പോലെ തങ്ങളുടെ മക്കളും കൊച്ചുമക്കളും വിജയിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അപ്പോൾ ആ ബിസിനസ്സുകാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ഓഫീസിലേക്ക് കാൽനടയാണ് പോയത്. എൻ്റെ മകൻ സ്കൂട്ടറിലാണ് പോയത്. അവൻ്റെ ചെറുമകനായിട്ട് ബെൻസ് കാറിലാണ് പോകുന്നത്. എന്നാൽ അവൻ്റെ മകൻ കാൽനടയെ തന്നെ പോകുമെന്ന് തോന്നുന്നു. പത്രപ്രവർത്തകൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ബിസിനസ്സുകാരൻ പറഞ്ഞു, പ്രയാസമുള്ള കാലം കരുത്തരായ മനുഷ്യരെ സൃഷ്ടിക്കുന്നു. കരുത്തരായ മനുഷ്യർ നല്ല കാലത്തെ സൃഷ്ടിക്കുന്നു. നല്ല കാലമാകട്ടെ ദുർബലരെ സൃഷ്ടിക്കുന്നു. ദുർബലരാകട്ടെ കഠിനമായ കാലത്തെ സൃഷ്ടിക്കുന്നു. അതാണ് ലോകത്തിൻ്റെ സ്വഭാവം. അപ്പം നമുക്കെപ്പോഴും ആ കഷ്ടപ്പാടെന്നും നിശ്രദ്ധ പതിച്ച് ആവശ്യത്തിനെടുക്കുക, ആഗ്രഹത്തിൻ്റെ വഴിയെ പോകാതിരിക്കുക, അങ്ങനെയുള്ള രീതിയിലാണ്. ആധ്യാത്മിക ജീവിതമാണെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോകും. എല്ലാത്തിനോട് നന്ദി പ്രകടിപ്പിച്ച് പോകുന്നു. എടുക്കുന്നതിനോട് നന്ദി, തരുന്നതിനോട് നന്ദി. അപ്പോൾ അതൊരു ചങ്ങലയായി തന്നെ പോകും. മുത്തശ്ശനും കളയ്ക്കുന്ന കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് ഇത്രയും വായിച്ചെന്നില്ലേ? ധാരാളം നിങ്ങൾക്കെല്ലാം ഉണ്ടല്ലോ കഴിക്കാനും സ്വന്തം, പിന്നെ എന്തിനാ പ്രയത്നിക്കുന്നത്? അതിൻ്റെ എൻ്റെ അച്ഛൻ പ്രയത്നിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പം ഞാൻ പ്രയത്നിച്ചാലേ എൻ്റെ മക്കൾക്ക് നല്ലതുപോലെ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പ്രയത്നിക്കുന്നു. അത് ആധ്യാത്മിക ജീവിതം അവർ വെറുതെ ഇരിക്കില്ലേ, അദ്ദേഹം മനസ്സിലാക്കാം. അപ്പോൾ നന്ദി പുലർത്തി ആ നന്ദി തനിക്ക് കിട്ടിയ നന്ദി താൻ ലോകത്തോട് പ്രയത്നിച്ച് കൊടുത്തു. ഈ പുതുവർഷത്തിൽ കാരുണ്യത്തിൻ്റെ തിരുനാളം നമ്മുടെ ഹൃദയത്തിൽ അണയാതെ നമുക്ക് സൂക്ഷിക്കാം. അല്ലെങ്കിൽ ജീവൻ തന്നെ ഇരുളടഞ്ഞതാകും. കാരുണ്യത്തിൽ നിന്നുണ്ടാകുന്ന കർമ്മങ്ങളും വാക്കുകളും മരണത്തെപ്പോലും അതിജീവിക്കും. ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി. ആ ഭാവത്തിൽ നമ്മൾ ജീവിക്കണം. നമ്മുടെ ഉള്ളിൽ ശാന്തി സ്നേഹം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലും പടരും. അന്തരീക്ഷം തന്നെ ആനന്ദം നിറഞ്ഞതാകും.